നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ബംഗ്ലാദേശിലേക്ക് പോകണ്ടെന്ന് പറയാനാണ് നീ വന്നതെങ്കിൽ വെറുതെ ബുദ്ധിമുട്ടണ്ട. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. അങ്ങനെ നീ ഒറ്റയ്ക്ക് തീരുമാനം എടുത്താൽ മതിയോ? ഇത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഭാവിയുടെ കാര്യം. അപ്പോ ഞാൻ മാത്രം തീരുമാനം എടുത്താൽ മതി. നീ പോകുന്നത് കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ഈ നാട്ടുകാർ മുഴുവനും വിശ്വസിക്കുമായിരിക്കും. പക്ഷേ നീ എന്നെ ആ ഗണത്തിൽ കൂട്ടണ്ട. കൈലാഷ് സാറിന്റെയും പാറുവിന്റെ ഇടയിൽ വരാതിരിക്കാനാ നീ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ നാടുവിട്ട് കഴിഞ്ഞാലേ അവര് കല്യാണം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കും എന്നാണോ നീ കരുതുന്നത്? അതൊന്നും നടക്കാൻ പോകുന്നില്ല. എടാ, നീ അങ്ങനെയൊന്നും പറയരുത്. ശരി, നിന്റെ ആഗ്രഹപ്രകാരം പാറുവും കൈലാഷ് സാറും ഒന്നിക്കണം എന്ന് കരുതാം. അതിന് നീ എന്തിനാണ് നാട് വിടുന്നത്? നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അവരെല്ലാം എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ അവരുപേക്ഷിക്കുന്നത്? ഞാൻ ആരെ ഉപേക്ഷിക്കുന്നില്ല. 3 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാ നിങ്ങളുടെ അടുത്തേക്ക് തന്നെയല്ലേ ഞാൻ തിരിച്ചു വരുന്നത്. 3 വർഷം പാറു അടക്കം ഞങ്ങളെ എല്ലാവരെയും പിരിഞ്ഞ് നിനക്ക് ജീവിക്കാൻ കഴിയോ? അവളെ നഷ്ടപ്പെട്ടതിന്റെ വിഷമം പങ്കുവയ്ക്കാൻ പോലും ആ നാട്ടിൽ ആരും ഉണ്ടാവില്ല. നിനക്ക് കുറ്റബോധം കൊണ്ട് ഒറ്റയ്ക്ക് നീറി ജീവിക്കേണ്ടി വരും. അങ്ങനെ ഒരു നരകത്തിലേക്ക് എന്തിനാടാ സ്വയം കയറി പോകുന്നത്? എല്ലാം അറിഞ്ഞിട്ടും നിന്നെ തടുക്കാൻ പറ്റാത്തടാ എന്റെ ഗതികേട്. പാറുവിനെ കല്യാണം കഴിച്ചാൽ കൈലാസ് സാറ് സന്തോഷത്തോടെ ജീവിക്കും. പക്ഷെ പാറു ആഗ്രഹിക്കുന്നതും അതാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നീ പോയതിനു ശേഷം പാറു കൈലാസ് സാറിനെ വേണ്ടാന്ന് തീരുമാനിച്ചാലോ? നീ വെറുതെ എന്നെ കൺഫ്യൂസ് ചെയ്യാൻ നോക്കണ്ട. ഞാൻ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ ഈ തീരുമാനം എടുത്തത്. പാറു അവളുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. കൈലാഷ് സാറിനെ കല്യാണം കഴിച്ച അവളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. കൈലാഷ് സാറ് പാറുവിനെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവന്റെ ഒരു കൈലാഷ് സാർ, അയാൾ എത്ര സ്വാർത്ഥനാണെന്ന് അറിയാതെ നീ അയാൾക്ക് വേണ്ടി വാദിക്കുന്നത്. മതി, നിർത്ത. കൈലാഷ് സാറിനെ കുറിച്ച് മോശമായിട്ട് ഒന്നും പറയരുത്. ഞാൻ പറയും. നിനക്കയാൾ നല്ലവനായിരിക്കും, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഇന്നെന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്നെയും അവന്റെ കുടുംബത്തെയും വിട്ടിട്ട് പോകാൻ കാരണക്കാരൻ ആരാ? ആ കൈലാസ് സാറാ. അയാൾ ആഗ്രഹിച്ച പെണ്ണിനെ കെട്ടാനല്ലേ അയാൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോ അയാൾ സ്വാർത്ഥനല്ലേ? തോന്നിയത് വിളിച്ച് പറയരുത്. എന്തിനാടാ നിർത്തിയത്? അടിക്കടാ. ഞാൻ കൈലാസ് സാറിനെ കുറിച്ച് ഇനിയും മോശമായിട്ട് പറയും. അടിക്കടാ. കൈലാസ് സാറ് നിന്നെപ്പോലെ ശുദ്ധനല്ലടാ. നീ അറിയാത്ത പല കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ട് അതൊന്നും പറയിക്കരുത്. അല്ലെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് പോലും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. ശരി, ഞാൻ അയാളെക്കുറിച്ച് നീ ഒന്നും പറയുന്നില്ല. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ പാറുവിനെ അയാൾക്ക് തന്നെ വിട്ടുകൊടുത്തോ. പക്ഷെ ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോരുത്. ദർശനെ, നീ വിചാരിച്ച പ്രിയൻചേട്ടന്റെ മനസ്സ് മാറ്റാൻ പറ്റും. നാട് വിടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നാ പ്രിയൻചേട്ടൻ പറയുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാവുന്ന വിഷമം പറഞ്ഞാൽ പ്രിയൻചേട്ടൻ പോവില്ല. ഞാനും അമ്മയും മാറി മാറി ഇതെല്ലാം പറഞ്ഞതാ പാറു. ചേട്ടൻ കേക്കണ്ടേ? എന്ന് കരുതി നമുക്ക് വിട്ടുകളയാൻ പറ്റുമോ? നമ്മുടെ കയ്യില് ഈ ഒരു രാത്രി മാത്രല്ലേ ഉള്ളൂ. നാളെ പോയാൽ പിന്നെ 3 വർഷത്തേക്ക് പ്രിയൻചേട്ടനെ കാണാൻ പോലും പറ്റില്ല. ഞാനും ഈ വീട് വിട്ടു പോവും. പിന്നെ എനിക്കും ഈ വീടും തമ്മില് ഒരു ബന്ധവും ഇല്ലാതാവും. പാറു, എന്റെ ഒരു ചോദ്യത്തിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ഞാൻ എങ്ങനെയെങ്കിലും പ്രിയൻചേട്ടനെ തടയുന്നതിനെ പറ്റിയാ സംസാരിക്കുന്നത്. അതിനിടയിലാണോ നിന്റെ ചോദ്യം? ശരി, എന്ത് സത്യം നിനക്കറിയണ്ടേ?
എന്റെ ചേട്ടനെ പാറുവിന് ഇഷ്ടമാണോ? ഇതിനെക്കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും ദർശനോട് പറഞ്ഞിട്ടുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഒരു ഇഷ്ടം ഞങ്ങൾക്കിടയിൽ ഇല്ല. പച്ചക്കള്ളം. രണ്ടുപേർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സ്നേഹമുണ്ട്. അത് നിങ്ങൾ പരസ്പരം തുറന്നു പറയാത്ത എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനും ഒരു പെണ്ണാ. എത്ര നല്ലവനാന്ന് പറഞ്ഞാലും ഒരു പയ്യനെ വിശ്വസിച്ച് ഒരു പെണ്ണിന് ഒരേ മുറിയിൽ കഴിയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ചിലപ്പോ പരസ്പരമുള്ള ഇഷ്ടം പ്രണയാന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കാണില്ല. പക്ഷെ എനിക്ക് ഉറപ്പാ, ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ തമ്മിൽ പ്രണയിക്കുന്നുണ്ട്. അമ്മയുടെ എന്റെയും ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ബംഗ്ലാദേശിലേക്ക് പോകുന്നെന്നാ ചേട്ടൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ചേട്ടനെ തടയാൻ കഴിയില്ല. ചേട്ടന് ഇവിടെ പിടിച്ചു നിർത്താനുള്ള ശക്തി നിങ്ങളുടെ സ്നേഹത്തിന് മാത്രമേ ഉള്ളൂ. പാറുവിന്റെ മനസ്സിലുള്ള സ്നേഹം തുറന്നു കാണിച്ച ചേട്ടൻ പിന്നെ എങ്ങോട്ട് പോയില്ല. നീ എന്തൊക്കെയോ സങ്കല്പിച്ചു കൂട്ടി എന്നെയും കൂടി തെറ്റിദ്ധരിപ്പിക്കുക. പാറുവിന്റെ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പാറു എന്നേ ഈ വീട് വിട്ട് ഇറങ്ങണ്ടല്ലേ. കൈലാസാറ് വരല്ലെന്ന് പറഞ്ഞിട്ടും പാറു ചേട്ടനെ തടയാൻ ഇവിടെ എത്തിയില്ലേ. ചേട്ടന്റെ മനസ്സ് മാറ്റാൻ എന്നോട് കെഞ്ചുമ്പോ പാറിന്റെ കണ്ണുകളിലെ വേദന എനിക്ക് കാണാമായിരുന്നു. ചേട്ടൻ പോകുന്നതിൽ ഞങ്ങളെക്കാൾ കൂടുതൽ വിഷമിക്കുന്നത് പാറുവാ. അതെന്തുകൊണ്ടാന്ന് ചിന്തിച്ചു നോക്ക്. ചേട്ടൻ പാറുവിന്റെ വെറും ഒരു കൂട്ടുകാരനാന്ന് ഇപ്പോഴും തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ചേട്ടനോട് പാറുവിനുള്ളത് സൗഹൃദമാണോ അതോ പ്രണയമാണോ എന്ന് തീരുമാനിക്കണം. പാറു എന്നോട് പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ ഒരു രാത്രി മാത്രമാണ് ബാക്കിയുള്ളത്. ചേട്ടൻ ഈ നാട് വിട്ടു പോണോ വേണ്ടയോ എന്നത് പാറു എടുക്കുന്ന തീരുമാനം പോലെ ഇരിക്കും. നീ പറഞ്ഞത് ശരിയാ. നിങ്ങളെയൊക്കെ വിട്ട് പോകുന്നതിന്റെ വേദന ഉള്ളിൽ ഒതുക്കി തന്നെയാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ പാറുവിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാനിത് സഹിച്ചേ പറ്റൂ. പാറുവിന്റെ സന്തോഷമാണ് നിനക്ക് വലുതെങ്കിൽ നീ ഇവിടെ നിന്ന് ഇങ്ങനെ ഒളിച്ചോടുകയല്ല വേണ്ടത്. ഞങ്ങളെ എല്ലാം ഒഴിവാക്കുന്നതിന് പകരം നിന്റെ ജീവിതത്തിൽ നിന്നും ഒരേ ഒരാളെ മാറ്റി നിർത്തിയാൽ മതി, കൈലാഷിനെ.